ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അധ്യക്ഷൻ ശ്രീ രഞ്ജിത്ത് മറ്റ് സഹപ്രവർത്തകർ അതിലുപരി ഇന്നിപ്പം ഒന്നാം തീയതി സർവീസിൽ നിന്ന് വിരമിക്കുന്നതായിട്ടുള്ള ശ്രീ ശംഭു സതീശൻ, ശ്രീ സുരേന്ദ്രൻ അവിടെ ഇന്ന് പ്രത്യേകിച്ച് അനുമോദിക്കുന്ന ശ്രീ ബാലകൃഷ്ണൻ എന്തായാലും ഇപ്പോൾ നമ്മുടെ ASP ഞാൻ സംസാരിക്കുകയായിരുന്നു. ഒന്ന് നമ്മുടെ നാടകക്കാരും 60 വയസ്സാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വരികയാണെങ്കിൽ ഇതൊരു നഷ്ടമായി പോകില്ലേ എന്നുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ശംഭുവിനെ പ്രൊട്ടക്ട് ചെയ്ത് കുറെ കാലം നിർത്തിയിരുന്നത് രഞ്ജിത്ത്. ഇടയ്ക്ക് അത് അങ്ങനെയുള്ളവർ മാത്രമേ രഞ്ജിത്ത് പ്രൊട്ടക്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശംഭുവിന്റെ ആദ്യത്തെ കുറച്ച് പീരീഡ് എനിക്ക് അറിയാമെങ്കിൽ പോലും പിന്നീട് എനിക്ക് വലുതായിട്ട് അറിയില്ല. അത്രയും ക്ലോസ് ആയിട്ട് അറിയുന്ന രഞ്ജിത്ത് ഇവിടെ തന്നെ വേണം സാർ, മാറ്റണ്ട, ഒന്നും ചെയ്യണ്ട, ഇവിടെ തന്നെ വേണം, ഇനി എന്തായാലും റിട്ടയർ ചെയ്താൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ തന്നെ എന്തായാലും വേണം, അത്രയും കൂടുതൽ സർവീസിൽ അത്രയും കാര്യക്ഷമമായി നല്ല രീതിയിൽ പരാതിക്കൊന്നും ഇടപെടാതെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആണ് ശംഭു എന്താ പിന്നെ റിട്ടയർ ചെയ്യുന്നവർ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാനൊന്ന് തീരുമാനിച്ചു. കാരണം ഇതിനിടയ്ക്ക് ശംഭുവിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേറെ ഇതിനടുത്ത് സ്ഥലത്തിലേക്ക് നല്ല സ്ഥലമൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോ രഞ്ജിത്ത് പറഞ്ഞു വേണ്ട, ഈ മോശം സ്ഥലം മതി എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഓക്കെ. ഞാൻ പറഞ്ഞത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചപ്പോ ആ ഒരു നല്ല കാര്യം പറഞ്ഞത് പ്രിൻസിപ്പൽ SIയുടെ റോളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ പലപ്പോഴും തന്നെ പ്രിൻസിപ്പൽ SI ആയിട്ട് വരുന്ന നമ്മൾ പലരും ഡയറക്ടർ SIമാരായിട്ട് വരുന്നത് അതിന് മാറിയിട്ട് റാങ്ക് പ്രൊമോട്ട് ചെയ്തിട്ട് വരുന്നവർ പ്രിൻസിപ്പൽ SIയുടെ എല്ലാ കഴിവും ഗുണങ്ങളും ഉണ്ടാവുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ചുരുക്കം ചില ആളുകളെങ്കിലും കുറച്ച് ആളുകളെങ്കിലും യെസ് ഉണ്ട്, അതിനനുസരിച്ച് ഉയർന്നു വരുന്നവരുണ്ട് എന്നുള്ളത് അതാണ് തോന്നുന്നത്. ആ നിലയിലേക്ക് അപ്പോൾ അവിടത്തേക്ക് ഒരു ഓഫീസർ കേഡറിലേക്ക് വരുന്നു എന്നുള്ളത് അതിന് ശംഭുവും വിജയിച്ചിരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കാണാനുള്ളത്. നമ്മൾ പലപ്പോഴും ഞാനൊക്കെ പറയുന്നത്, ഞങ്ങളെല്ലാം സംസാരിക്കുന്നവർ തന്നെ നമ്മൾ പ്രവൃത്തിയെടുക്കുക മാത്രമല്ല, നാം സ്വയം പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവൃത്തി എടുപ്പിക്കുകയും കൂടി ചെയ്യുക, അതും കൂടെ ചെയ്യുക. അതൊരു മാനേജീരിയൽ പോസ്റ്റിലും കൂടെ വരുന്ന ഒരു റോൾ. അതാണ് താഴേന്ന് വരുമ്പോ ഒരു SHO ലെവലിലേക്ക് വരുമ്പോൾ അതും കൂടെ വരും. ആ റോളിലും കൂടെ വിജയിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ ജില്ലയ്ക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഒരു നഷ്ടമായി തീരുന്നു, വിധി പോകുന്നു. ഞാൻ അതാ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള കേഡറിലേക്കാണ് വരേണ്ടത്. ഒരുപക്ഷെ ഇതുപോലത്തെ അവസരങ്ങൾ അതുപോലെ ഉയർന്നു വരുന്നതിനുള്ള, മാനസികമായിട്ടും മറ്റെല്ലാ തരത്തിലും ഉയർന്നു വരുന്നതിനുള്ള കഴിവ് നേടുന്നതിനുള്ള അവസരങ്ങളാവണമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് അർത്ഥത്തിൽ.